നമ്മൾ ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആണ് നേരത്തെ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ മനസ്സിൻ്റെ ചില ആക്ഷൻസ്. മനസ്സിന് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഫിസിക്കൽ ആക്ഷനുമായി കണക്റ്റാണ് മനസ്സിൻ്റെ ആക്ഷൻസ്. ഈ തോട്ട്സ് മനസ്സിൻ്റെ ആക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷനാണ്. തോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തോട്ട് വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്, തോട്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവുക എന്ന് പറയില്ലേ, അതൊക്കെ ഈ തോട്ട്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് വയ്യാന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് വയ്യാണ്ടായിക്കൊണ്ടിരിക്കുക ചെയ്യും. എനിക്ക് വയസ്സായെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് വയസ്സിൻ്റെതായ ദൗർബല്യങ്ങൾ കാണിക്കാൻ തുടങ്ങും ശരീരം. ഐ ആം യങ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവും ബോഡിയിൽ നിന്ന്. ഈ നേരത്തെ നമ്മൾ സൈക്കോസൊമാറ്റിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ആക്ഷനുകൾ, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇമോഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും മനുഷ്യൻ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിൻ്റെ എല്ലാ വിഷയത്തിലും ഇമോഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സ്. അതൊരു പ്രത്യേകത. അപ്പോൾ ഇമോഷണൽ ആക്ടിവിറ്റീസ് ആണ്, വൈകാരിക പ്രവർത്തനങ്ങളാണ് ആക്ച്വലി മനുഷ്യൻ സാമൂഹ്യ ജീവിയായി സസ്റ്റെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇമോഷണൽ ആക്ടിവിറ്റി മൃഗീയമാണെങ്കിൽ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത ആളായി മാറും. നമ്മൾ കാണാറില്ലേ, അവരെടുത്ത പത്രം, ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ നാട്ടിൽ കിട്ടുമല്ലോ, അതെടുത്ത് രാവിലെ അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ നോക്കിയാൽ മതി. 60 മുതൽ 100% ഇമോഷണൽ ആക്ടിവിറ്റി, സൊസൈറ്റിയിൽ ജീവിക്കാൻ കൊള്ളാത്ത ആളുകളുടെ ഇമോഷണൽ ആക്ടിവിറ്റീസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ സൊസൈറ്റിയിൽ ജീവിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും പല നിയമവും അവരെ സൊസൈറ്റിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നതും കാണാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് സോഷ്യൽ ആനിമലായിട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള ബേസിക് ക്രൈറ്റീരിയ ഓഫ് എ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എമോഷണൽ ആക്ടിവിറ്റീസ് ആണ്. അത് സോഷ്യൽ സപ്പോർട്ടിന്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക്, സോഷ്യൽ ബാലൻസിന്, സോഷ്യൽ സർവൈവലിന്, സോഷ്യൽ എക്സിസ്റ്റൻസിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷനാണ് യഥാർത്ഥത്തിൽ സൊസൈറ്റി ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരാളുടെ മൗലികമായ കാര്യങ്ങളെ അതീവ ശക്തമായി തടസ്സമുണ്ടാക്കുക, അത് ശബ്ദം കൊണ്ടോ ഡിസ്റ്റർബ് ചെയ്യുക, പ്രയാസപ്പെടുത്തുക, അതും ആക്ഷനാണ്. പല രൂപത്തിലും ഒരാളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നതൊക്കെ മൗലികമായ അവകാശങ്ങളെ ധ്വംസിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇത് പറയുമ്പോൾ, അപ്പൊ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കരാർ ഉടമ്പടി ഉണ്ടാക്കി മൗലികമായ മറ്റാളുടെ പല ഫണ്ടമെന്റൽ റൈറ്റിനെയും വേറൊരാള് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അവകാശങ്ങളെ ധ്വംസിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു, അപ്പൊ അതൊരു ഈ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി എങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഫിലോസഫിക്കലാണ്, അതൊക്കെ പോളിസി ഓറിയന്റഡ് ആണ്. ഹ്യൂമൻ സർവൈവലിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു എമോഷണൽ ആക്ടിവിറ്റിയാണ് വിവാഹം. അവിടെ പോളിസി ഓറിയന്റഡ് ആയിട്ടായിരിക്കും വിവാഹം നടക്കുക, അല്ലാതെ നമ്മളുടെ ഒരാളുടെ തോട്ടിന് ഓറിയന്റഡ് ആയിട്ട് വിവാഹം നടത്താൻ കഴിയുന്നത് സോഷ്യൽ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് വൈകാരികമായി, ശാരീരികമായിട്ട് വൈകാരികമായി എന്തെങ്കിലും തോന്നിയാൽ തൊട്ടടുത്ത ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരാളെ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, നമുക്ക് തോന്നിയതുപോലെ സോഷ്യൽ എക്സിസ്റ്റൻസിന് എതിരായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതൊരു മൃഗീയതയാവും. അപ്പോൾ അവിടെ സസ്റ്റൈനബിലിറ്റിനെ, സർവൈവലിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അപ്പം സോഷ്യൽ എക്സിസ്റ്റൻസ് ആവശ്യപ്പെടുന്ന ഒരുപാട് സോഷ്യൽ ഫിലോസഫി, അൺറിട്ടൺ ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ ഫിലോസഫി ഉണ്ട്. റിലീജിയൻ ആയിട്ടുള്ള ഫിലോസഫികളും പോളിസികളും അവിടെ തന്നെ ഉണ്ട്. ഇതിനകത്ത് അല്ലാതെ തന്നെ പറയണം. അപ്പോൾ ഇമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്ന് പറയുന്ന വൈകാരിക പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്.
നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയും വിശപ്പ് എന്ന് പറയുന്ന ഒരു വൈകാരികത നമ്മൾ ഉടലെടുക്കുകയും നമ്മൾ അതിനോട് ആവേശം കാണിക്കുകയും ചെയ്യുമ്പോൾ അത് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കാത്ത വിധം തൊട്ടടുത്ത് ഇരിക്കുന്ന ആളുടെ പ്ലേറ്റിൽ നിന്ന് അയാൾ അറിയാതെ അയാളോട് ചോദിക്കാതെയും അയാൾ പറയാതെയും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്യുന്നതൊക്കെ തടസ്സം ഉണ്ടാക്കലാണ്. അപ്പോൾ അവിടെ ഇമോഷണൽ ആക്ടിവിറ്റി സോഷ്യൽ എക്സിസ്റ്റൻസിനെതിരാവും, സോഷ്യൽ നോംസിനെതിരാവും, സോഷ്യൽ സർവൈവലിനെതിരാവും. കാരണം അയാൾ പറയും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടു, അതിനകത്ത് ഒരുപാട് തടസ്സം ഉണ്ടാക്കി, എന്നെ പ്രയാസപ്പെടുത്തി, ഈ ഭക്ഷണത്തിൽ ഞാനിങ്ങനെ അങ്ങനെ ഒരുപാട് റീസൺസ് അയാൾക്ക് പറയാൻ പറ്റും. അപ്പം ഇമോഷണൽ ആക്ടിവിറ്റി എന്ന ആക്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ സോഷ്യൽ സർവൈവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. അല്ലെങ്കിൽ ഒരാണ് ആണിനോ പെണ്ണിനോടോ, പെണ്ണ് ആണിനോടോ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴോ, മക്കളും രക്ഷിതാക്കളുമായി ജീവിക്കുമ്പോഴോ ഒക്കെ സൊസൈറ്റിക്കകത്ത് സമൂഹത്തിലെ അംഗങ്ങളായി ജീവിക്കുമ്പോഴൊക്കെ ഈ ഒരു എമോഷണൽ ആക്ഷൻസിന്റെ ബേസിക് നോംസ്, കാരണം അത് ഹ്യൂമൻ ബീയിങ്സിന് എന്തുണ്ട്, കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മറ്റുള്ള ജീവികളെക്കാൾ അപ്പുറത്തേക്ക്. അപ്പൊ ഈ കോമൺ സെൻസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഈ സോഷ്യൽ എക്സിസ്റ്റൻസിന്, സോഷ്യൽ സർവൈവലിന് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഈ സോഷ്യൽ സർവൈവൽ എന്ന് പറയുന്നത് തന്നെ ഒരു സോഷ്യൽ ആക്ഷനാണ് ആക്ച്വലി. അപ്പൊ ഇവിടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഒരു മനുഷ്യൻ സ്വകാര്യമായി നിൽക്കുമ്പോഴും കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒക്കെ തോന്നുന്ന വൈകാരികമായിട്ടുള്ള എല്ലാ തോന്നലുകളും. ഒറ്റക്ക് നിരുന്നിച്ചിരിക്കുന്നതും കൂട്ടത്തിൽ ഇരുന്നിച്ചിരിക്കുന്നതും രണ്ടാണ്. രണ്ടും ശരി തന്നെയാണ്, വൈകാരികമായ ആക്ഷൻ തന്നെയാണ്. ഹാപ്പിനെസ്സിലേക്ക് നയിക്കുന്നതായിരിക്കും, ചിലത് ദുഃഖത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഭയം ഒറ്റക്ക് ഭയപ്പെടുന്നതും കൂട്ടത്തിലിരിക്കുമ്പോഴും ഭയപ്പെടുന്നതും, ദേഷ്യം ഒറ്റക്ക് ദേഷ്യപ്പെടുന്നതും ആളുകളുടെ ഇടയിൽ വെച്ച് ദേഷ്യപ്പെടുന്നതും ഒക്കെ വൈകാരികമായ ആക്ഷനുകൾ തന്നെയാണ്. ഒറ്റക്ക് ഒരാൾ ആരും അറിയാതെ തന്നെ അയാൾ എക്സൈറ്റഡ് ആവുകയും ജോയ് ചെയ്യുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തൂസിയാസം പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അയാൾ കൂട്ടത്തിൽ നിന്നും ചെയ്യുന്നത്. രണ്ടുമുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് പിന്നെ മറ്റൊരു ഏരിയയിൽ നമുക്ക് പറയാം. അപ്പൊ ഈ എമോഷണൽ ആക്ഷൻസ് എന്ന് പറയുന്ന ആക്ഷൻസ് മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ, ഒരുപാട് മാനസിക പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം, ഏറ്റവും പ്രധാനം എന്ന് പറയാൻ കാരണം ഇത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സർവൈവലില്, എക്സിസ്റ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള എല്ലാ മൂവ്മെന്റുകളിലും, എല്ലാ മേജർ ആക്ഷനിലും ഈ എമോഷന് വലിയ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.